Hi friends, വരാനിരിക്കുന്ന ട്രേസർ ഓവർസിയർ AE ഗ്രേഡ് എക്സാമുകൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ബിൽഡിംഗ് മെറ്റീരിയൽ. അതിലെ ടിംബർ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തു. നെക്സ്റ്റ് ടോപ്പിക് ആണ് ബിൽഡിംഗ് മെറ്റീരിയലിലെ സിമെന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഏത് പ്രീവിയസ് ഇയർ നോക്കിക്കഴിഞ്ഞാലും സിമെന്റിന്റെ ഭാഗത്തുനിന്ന് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്നാൽ അത് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ നിന്ന് വരുമെന്നുള്ളത്. സോ സിമെന്റ് എന്ന് പറയുന്നതിനകത്ത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന പ്രീവിയസ് ഇയർ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ തിയറി പോർഷൻസുമാണ്. സോ വീഡിയോ ഫുള്ള് കാണുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. സോ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, IS code for super sulfated cement is. സൂപ്പർ സൾഫേറ്റഡ് സിമെന്റിന്റെ IS കോഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തേർഡ് ഗ്രേഡ് ഓവർസിയറിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇപ്പം ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം IS കോഡുകളൊക്കെ എടുത്തെടുത്ത് ചോദിക്കാറുള്ളതാണ്. സോ നമുക്ക് സിമെന്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള IS കോഡുകൾ ഒന്ന് നോക്കാം. സോ കുറച്ച് സിമെന്റും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള IS കോഡും നോക്കാം. ഫസ്റ്റ് വൺ ആണ് OPC അല്ലെങ്കിൽ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ്. അതിന്റെ IS കോഡാണ് 269 ആണ്. IS 269 ആണ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിന്റെ IS കോഡ്. നെക്സ്റ്റ് PCC അല്ലെങ്കിൽ പോർട്ട്ലാൻഡ് പൊസോളന സിമെന്റ്, അതെന്ന് പറയുന്നതിന്റെ IS കോഡ് 1489 ആണ്. 1489. ഇനിയും പറയുന്ന അടുപ്പിച്ചുള്ള മൂന്നെണ്ണം പേര് ഓർഡറിൽ ഓർത്തിരിക്കുക. അതിന്റെ കറസ്പോണ്ടിങ് IS കോഡ് പെട്ടെന്ന് പഠിക്കാം. 8041, 8043, 8112. സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാം 8-ലാണെന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നെ അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പഠിക്കുക. എന്ന് വെച്ചാൽ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ്, ഹൈഡ്രോഫോബിക് സിമെന്റ്, ഹൈ സ്ട്രെങ്ത് സിമെന്റ്. ഈ ഓർഡർ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഡ് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ്, ഹൈഡ്രോഫോബിക് സിമെന്റ്, ഹൈ സ്ട്രെങ്ത്. എന്നിട്ട് അതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് പഠിക്കുക 8041, 8043, 8112. നെക്സ്റ്റ് ആണ് അടുത്ത രണ്ടെണ്ണത്തിന്റെ പ്രത്യേകത. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 6-ലാണ്. 6-ൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഹൈ അലൂമിന സിമെന്റ്, സൂപ്പർ സൾഫേറ്റഡ് സിമെന്റ്. അപ്പം ഹൈ അലൂമിന സിമെന്റ് ആണെങ്കിൽ 6452, 6909. 6909 സൂപ്പർ സൾഫേറ്റ്, ഹൈ അലൂമിന 6452. സോ ഇത് രണ്ടെണ്ണം 6-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ഓർക്കാം. ഇനി ലാസ്റ്റ് വൺ ആണ്, ഒരു ബന്ധവും ഇല്ല, ലോ ഹീറ്റ്. ലോ ഹീറ്റ് എന്ന് വെച്ചാൽ 12,600 ആണ്. 12,600 ആണ്. അത് ഇച്ചിരി ഹയ്യർ, ഈ പറഞ്ഞതിൽ ഏറ്റവും ഹയ്യർ വാല്യൂ ആണ് ഈ ലോ ഹീറ്റിനുള്ളത്. സോ അതിങ്ങനെ ഓർത്തിരിക്കുക. ഫസ്റ്റ് നമ്മൾ നോക്കുക, OPC ആണെങ്കിൽ 269, PPC 1489, റാപ്പിഡ് ഹാർഡനിങ് 8041, ഹൈഡ്രോഫോബിക് സിമെന്റ് 8043, ഹൈ സ്ട്രെങ്ത് സിമെന്റ് 8112, ഹൈ അലൂമിനം സിമെന്റ് 6452, സൂപ്പർ സൾഫേറ്റഡ് സിമെന്റ് 6909, ലോ ഹീറ്റ് 12,600. സോ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയെങ്കിലും സിമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള IS കോഡ് പഠിച്ചിരിക്കുക. സോ ക്വസ്റ്റ്യനിലേക്ക് വന്ന IS കോഡ് ഫോർ സൂപ്പർ സൾഫേറ്റഡ് സിമെന്റ് എന്തായിരുന്നു വാല്യൂ എന്ന് പറയുന്നത് 6909. ഇയർ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആ IS കോഡ് ഏതാന്ന് ഓർത്തിരുന്നാൽ മതി, 6909. The volume of one bag of cement. ഒരു ബാഗ് സിമെന്റിന്റെ വോളിയം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു ബാഗ് സിമെന്റ് എന്ന് പറയുന്നതിന്റെ വെയിറ്റ് 50 kg ആണ്. അതിന്റെ വോളിയം 0.035 m³ ആണ് ആൻഡ് 35 liters ആണ്. ഓക്കെ, ഒരു ബാഗ് സിമെന്റിനകത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. 50 kg, 0.035 m³, 35 liters. അപ്പൊ ആൻസർ എന്ത് വരും? വോളിയം ഓഫ് വൺ ബാഗ് ഓഫ് സിമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഓപ്ഷൻ B, 0.035 m³. First cement factory was established in 1904 in India. So ആദ്യം നമുക്ക് സിമെന്റിന്റെ കുറച്ച് ഹിസ്റ്ററി നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ സിമെന്റ് ഇൻവെന്റ് ചെയ്തത് ജോസഫ് ആസ്പിഡിൻ ഇൻ ദ ഇയർ ഓഫ് 1824. അത് ഓർത്തിരിക്കേണ്ട ഒരു ഇയർ ആണ്. 1824 ഇംഗ്ലണ്ടിലാണ് ജോസഫ് ആസ്പിഡിൻ എന്ത് ചെയ്ത് സിമെന്റ് കണ്ടുപിടിച്ചത്. ഇംഗ്ലണ്ടിലെ ഒരു മേഴ്സൺ ആയിരുന്നു ഈ ജോസഫ് ആസ്പിഡിൻ എന്ന് പറയുന്നത്. പുള്ളിക്കാരനാണ് 1824 സിമെന്റ് കണ്ടുപിടിക്കുന്നത്. ഇനി അത് ഇന്ത്യയിലേക്ക് വന്നത് ആദ്യമായിട്ട് ഒരു സിമെന്റ് ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും 1904 അതെവിടെയാണ്? തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ്. 1904 ഇയർ ഓർത്തിരിക്കണം. 1904 എന്ത് ചെയ്തത്? ആദ്യമായിട്ടുള്ള സിമെന്റ് ഫാക്ടറി ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇനി കേരളത്തിൽ ആദ്യമായിട്ട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്
കോട്ടയത്താണ് എക്സ്റ്റാബ്ലിഷ് ചെയ്ത ആദ്യത്തെ സിമെന്റ് ഫാക്ടറി എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്ന കേരളത്തിലെ കോട്ടയമാണ്. സോ അപ്പൊ ഇവിടുത്തെ എന്താണ്, ഫസ്റ്റ് സിമെന്റ് ഫാക്ടറി വാസ് സ്റ്റാർട്ടഡ് ഇൻ 1904 ഇൻ ഇന്ത്യ. അപ്പൊ ആൻസർ എന്ത് വരും? ആൻസർ ഓപ്ഷൻ ബി, ചെന്നൈ. ബാക്കി ഇയറുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു സിമെന്റ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായതുകൊണ്ട് അതിന്റെ ഹിസ്റ്ററിയും അതിന്റെ കാര്യങ്ങളും ആരാണ് കണ്ടുപിടിച്ചതും ആദ്യം എവിടെയാണ് എക്സ്റ്റാബ്ലിഷ് ചെയ്തതെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. The main constituent of a Portland cement. പോർട്ട്ലാൻഡ് സിമെന്റിന്റെ മെയിൻ കോൺസ്റ്റുവന്റ് ഏതാണ്? ആദ്യം നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയന്റ് ഏതൊക്കെയാണെന്ന് ആദ്യം ഒന്ന് നോക്കാം. സോ ഇതാണ് സിമെന്റിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ലൈം, സിലിക്ക, അലൂമിന, ജിപ്സം, അയൺ ഓക്സൈഡ്, മഗ്നീഷ്യ, സൾഫർ, ആൽക്കലി. സോ ഇത്രയുമാണ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇൻഗ്രീഡിയന്റ് പെർസെന്റേജ് ഇമ്പോർട്ടന്റ് ആണ്. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് ഇൻഗ്രീഡിയൻസ് സാധാരണ എടുത്തിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. സോ അതുകൊണ്ട് ഈ വാല്യൂസ് ഓർത്തിരിക്കാം. ഏറ്റവും കൂടുതൽ ഈ സിമെന്റിന്റെ ഇൻഗ്രീഡിയന്റിൽ ഏറ്റവും കൂടുതൽ പെർസെന്റേജ് ഉള്ളതാണ് മേജർ അല്ലെങ്കിൽ മെയിൻ ഇൻഗ്രീഡിയന്റ് ഓഫ് എ സിമെന്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ചീഫ് ഇൻഗ്രീഡിയന്റ് ഓഫ് സിമെന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ടുള്ള സാധനമാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? ലൈം ആണ്. എത്ര പെർസെന്റേജ് ആണ്? 62% ആണ്. ഇപ്പൊ പെർസെന്റേജ് നമുക്ക് നോക്കാം. ലൈം ആണെങ്കിൽ 62%, സിലിക്ക 22%, അലൂമിന 5%, ജിപ്സം 4, അയൺ ഓക്സൈഡ് 3, മഗ്നീഷ്യ 2, സൾഫർ 1, ആൽക്കലി 1. സോ ഇത് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ ഈ ഓർഡർ ലെഫ്റ്റ് സൈഡ് നിങ്ങൾ കാണാൻ പഠിക്കുക, റൈറ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. 62, 22, 5, 4, 3, 2, 1, 1 അങ്ങനെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ ലെഫ്റ്റ് സൈഡ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കണം. എന്തെങ്കിലും കോഡ് ഉപയോഗിച്ച് ഓർക്കുക. ലൈമ്, സിലിക്ക, അലൂമിന, ജിപ്സം, അയൺ ഓക്സൈഡ്, മഗ്നീഷ്യ, സൾഫർ, ആൽക്കലി. ആ ഫസ്റ്റ് ലെറ്റേഴ്സ് എല്ലാം കൂടെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അത് കാണാതെ പഠിക്കാം. കാരണം ഈ ഒരു ഭാഗത്തും ഇൻഗ്രീഡിയന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ പെർസെന്റേജ് ധാരാളം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. സോ ഇത് ഓർത്തിരിക്കുക. ലൈമിന്റെ 62 മെയിൻ ഇൻഗ്രീഡിയന്റ് ഓഫ് സിമെന്റ് എന്ന് ചോദിച്ചാൽ, മേജർ ഇൻഗ്രീഡിയന്റ് ഓഫ് സിമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എന്താണ്? ലൈമാണ്. കാരണം നമ്മൾ ബ്രിക്കിലായാലും പലതിനും ഇൻഗ്രീഡിയൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഗ്ലാസ്, അങ്ങനെ കുറെ ഇൻഗ്രീഡിയൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം തിരിഞ്ഞു പോകരുത് ഈ ഇൻഗ്രീഡിയൻസ്. ഇതിപ്പോ ഞാൻ പറയുന്നത് സിമെന്റിലെ ഇൻഗ്രീഡിയന്റ് ആണ്. ഏറ്റവും മേജർ അല്ലെങ്കിൽ മെയിൻ ഇൻഗ്രീഡിയന്റ് ഇവിടെ എത്രയാണ്? 62% ഉള്ള ലൈം ആണ്. സോ അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? ദ മെയിൻ കോൺസ്റ്റുവന്റ് ഓഫ് എ പോർട്ട്ലാൻഡ് സിമെന്റ്. ആൻസർ എന്ത് വരും? ലൈം. ആൻസർ ഓപ്ഷൻ എ, ലൈം. Cementing property of in cement is mainly due to. സിമെന്റിനകത്ത് സിമെന്റിങ് പ്രോപ്പർട്ടി ഇമ്പാർട്ട് ചെയ്യുന്നത് ഏത് ഇൻഗ്രീഡിയന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഇൻഗ്രീഡിയന്റും അതിന്റെ ഫങ്ഷൻസും ഒന്ന് നോക്കാം. സോ ഇതാണ് ഇൻഗ്രീഡിയൻസും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫങ്ഷൻസും. നമ്മൾ അതിന്റെ പെർസെന്റേജ് ഓൾറെഡി നോക്കിയതാണ്. അപ്പം ഏറ്റവും കൂടുതൽ പെർസെന്റേജ് ഉള്ള ആളാണ് ലൈം. ലൈമാണ് ബൈൻഡിങ് അല്ലെങ്കിൽ സെമന്റിങ് പ്രോപ്പർട്ടി ഒരു സിമെന്റിന് ഇമ്പാർട്ട് ചെയ്യുന്നത്. അതേപോലെ അത് സ്ട്രെങ്തും സൗണ്ട്നെസ്സും ഇമ്പാർട്ട് ചെയ്യുന്ന ഒരാളാണ് ഈ ലൈം എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് വൺ ആണ് സിലിക്ക. സിലിക്ക എന്ന് പറയുന്നത് സ്ട്രെങ്തിനെ ഇമ്പാർട്ട് ചെയ്യുന്ന ആളാണ്. അലൂമിന ലോവർ ക്ലിങ്കറിംഗ് ടെമ്പറേച്ചർ ഓഫർ ചെയ്യാൻ വേണ്ടിയാണ് അലൂമിന നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ജിപ്സം, അത് സെറ്റിംഗ് ടൈമിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ജിപ്സം യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് അയൺ ഓക്സൈഡ്. അയൺ ഓക്സൈഡ് കളറും ഹാർഡിനെസ്സുമാണ് ഇമ്പാർട്ട് ചെയ്യുന്നത്. മഗ്നീഷ്യ കളർ ആൻഡ് സ്ട്രെങ്ത്. സൾഫർ സൗണ്ട്നെസ് ഇമ്പാർട്ട് ചെയ്യുന്ന ആളാണ്. അതേപോലെ ആൽക്കലി എഫ്ലോറസൻസ്. ഇതിന്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് 1% മാത്രമാണ് ആൽക്കലി സിമെന്റിനകത്തുള്ളത്. അപ്പൊ അതിന്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സിമെന്റിനകത്ത് എഫ്ലോറസൻസ് ഒക്കർ ചെയ്യാൻ കാരണമാകും. സോ ഇതാണ് ഇൻഗ്രീഡിയൻസിനകത്ത് ഓർക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സിമെന്റിങ് അല്ലെങ്കിൽ ബൈൻഡിങ് പ്രോപ്പർട്ടി സിമെന്റിന് കൊടുക്കുന്നത് ആരാണ്? ഏറ്റവും കൂടുതൽ പെർസെന്റേജ് ഉള്ള ആള് ഏതാണ്? ലൈം ആണ് നമ്മുടെ സിമെന്റിനകത്ത് സിമെന്റിങ് പ്രോപ്പർട്ടി ഇമ്പാർട്ട് ചെയ്യുന്നത്. സോ അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? സിമെന്റിങ് പ്രോപ്പർട്ടി ഓഫ് ഇൻ എ സിമെന്റ് ഈസ് മെയിൻലി ഡ്യൂ ടു ആൻസർ ഓപ്ഷൻ സി, ലൈം. The ingredient impart color and hardness to the cement. സിമെന്റിനകത്ത് കളറും ഹാർഡ്നെസ്സും ഇമ്പാർട്ട് ചെയ്യുന്ന ഇൻഗ്രീഡിയന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സ്ലൈഡിൽ ഞാൻ പറഞ്ഞു കളറും ഹാർഡ്നെസ്സും ഇമ്പാർട്ട് ചെയ്യുന്ന ഇൻഗ്രീഡിയന്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, അയൺ ഓക്സൈഡ്. The ingredient added in the manufacturing process to control setting time.
സെറ്റിംഗ് ടൈം കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ് ഓഫ് സിമെന്റിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയന്റ് ഏതാണ്? ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ജിപ്സം. സെറ്റിംഗ് ടൈം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ജിപ്സം നമ്മൾ ഗ്രൈൻഡിങ്ങിന്റെ ടൈമിൽ എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്യുന്നത്. സോ ആൻസർ ഓപ്ഷൻ സി. The manufacturing of cement burning process is carried out in. സിമെന്റിന്റെ മാനുഫാക്ചറിംഗ് ബേണിംഗ് പ്രോസസ്സ് നടത്തുന്നത് എവിടെയാണ്? ഏത് കിലിൻ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി റോട്ടറി കിലിൻ. റോട്ടറി കിലിൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സിമെന്റിന്റെ മാനുഫാക്ചറിംഗ് ബേണിംഗ് പ്രോസസ്സ് നടത്തുന്നത്. നെക്സ്റ്റ് ഈ ഉഫ്മാൻസ് ബുൾട്രഞ്ച് ടണൽ എന്നൊക്കെ പറയുന്നത് ബ്രിക്കിന്റെ മാനുഫാക്ചറിംഗിൽ ചെയ്യുന്ന ബേണിംഗ് പ്രോസസ്സ് നടത്തുന്ന സ്ഥലമാണ്. ഓക്കെ, എവിടെയാണ്? ഉഫ്മാൻസ് ബുൾട്രഞ്ച് ടണൽ എന്ന് പറഞ്ഞാൽ ബ്രിക്കിന്റെ മാനുഫാക്ചറിംഗിൽ ബേണിംഗ് നടത്തുന്ന സ്ഥലമാണ്. സോ ഇവിടുത്തെ സിമെന്റിന്റെ മാനുഫാക്ചറിംഗിൽ ബേണിംഗ് പ്രോസസ്സ് നടത്തുന്ന എവിടെയാണെന്നാണ് ആൻസർ ഓപ്ഷൻ സി റോട്ടറി കിലിൻ. എ ഗുഡ് ക്വാളിറ്റി സിമെന്റ് ഷുഡ് ഹാവ് ഹയർ പെർസെന്റേജ് ഓഫ്. ഒരു ഗുഡ് ക്വാളിറ്റി സിമെന്റിനകത്ത് ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കണം കൂടുതൽ പെർസെന്റേജ് ഉണ്ടായിരിക്കേണ്ടത്? സോ അപ്പൊ അതിനകത്ത് ആദ്യം നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. സോ ഒരു വെള്ളം സിമെന്റിലേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് 4 കോമ്പൗണ്ട്സ് ആണ് അതിൽ ഫോം ചെയ്യുന്നത്. അതിനെ ടോട്ടലി നമ്മൾ വിളിക്കുന്ന പേരാണ് ബോക്സ് കോമ്പൗണ്ട്സ്. ബോക്സ് കോമ്പൗണ്ട്സുകൾ 4 എണ്ണമാണ്. C3AS, C4AF, C3S, C2S. ഓക്കെ, നമ്മൾ വെള്ളം ആഡ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഉണ്ടാവുന്ന 2 കോമ്പൗണ്ട് ആണ് C3Aയും C4AFും. ഏതൊക്കെയാണ്? C3Aയും C4AFും. അതിനകത്ത് ആദ്യമായിട്ട് C3A നോക്കാം. ട്രൈ കാൽഷ്യം അലൂമിനേറ്റ്. ട്രൈ കാൽഷ്യം അലൂമിനേറ്റിന്റെ പ്രത്യേകത വിത്തിൻ 24 hours ഓഫ് അഡീഷൻ ഓഫ് വാട്ടർ ആഡ് ചെയ്തിട്ട് 24 മണിക്കൂറിനുള്ളിൽ ഫോം ചെയ്യുന്നതാണ് ഈ ട്രൈ കാൽഷ്യം അലൂമിനേറ്റ്. ഇതിനകത്ത് പ്രത്യേകത മാക്സിമം ഹീറ്റോ ഹൈഡ്രേഷൻ ആണ് ഈ ഒരു കോമ്പൗണ്ട് ഇമ്പാർട്ട് ചെയ്യുന്നത്. മാക്സിമം ഹീറ്റോ ഹൈഡ്രേഷൻ. ആൻഡ് ഫസ്റ്റ് സെറ്റും ഹാർഡനും ആകുന്നത് ഈ ഒരു കോമ്പൗണ്ട്. ഫസ്റ്റ് സെറ്റും ഹാർഡനിങ്ങും ഉണ്ടാവുന്നതിന് കാരണമാണ് ഈ C3Aയുടെ പ്രസൻസ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? വിത്തിൻ 24 hours ഓഫ് അഡീഷൻ ഓഫ് വാട്ടർ, മാക്സിമം ഹീറ്റോ ഹൈഡ്രേഷൻ, ഫസ്റ്റ് സെറ്റ് ആൻഡ് ഹാർഡൻ. നെക്സ്റ്റ് കോമ്പൗണ്ട് ആണ് C4AF. ടെട്രാ കാൽഷ്യം അലൂമിനോഫെറേറ്റ്. ഇതെന്ന് പറയുന്നത് വിത്തിൻ 24 hours ഓഫ് അഡീഷൻ ഓഫ് വാട്ടറിലാണ് ഈ ഒരു കോമ്പൗണ്ടും ഉണ്ടാവുന്നത്. എമൗണ്ട് ഓഫ് ഹീറ്റോ ഹൈഡ്രേഷൻ ഇനിഷ്യലി കൂടുതലും അത് കഴിഞ്ഞ് ടൈം പാസ് ചെയ്യുന്നതനുസരിച്ച് അത് കുറയുകയുമാണ് ചെയ്യുന്നത്. അതാണ് C4AF. നെക്സ്റ്റ് വൺ ആണ് C3S. ട്രൈ കാൽഷ്യം സിലിക്കേറ്റ്. ട്രൈ കാൽഷ്യം സിലിക്കേറ്റ് വിത്തിൻ വീക്സിലായിരിക്കും ഈ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് എയർലി സ്ട്രെങ്ത് ഇമ്പാർട്ട് ചെയ്യുന്ന കോമ്പൗണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് C3S ആണ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് എമർജൻസി റോഡ് വർക്ക് ആൻഡ് പ്രീ ഫാബ്രിക്കേറ്റഡ് കൺസ്ട്രക്ഷൻ വർക്ക്. മെയിൻലി നമ്മൾ സിമെന്റിൽ ഈ ഒരു കോമ്പൗണ്ടിന്റെ പെർസെന്റേജ് കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് എമർജൻസി റോഡ് വർക്കിലും പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ വർക്ക്സിലും എന്ത് ചെയ്യാം? ഉപയോഗിക്കാൻ പറ്റും. സോ അതാണ് C3S എന്ന് പറഞ്ഞാൽ വിത്തിൻ വീക്സ് ആണ്, എയർലി സ്ട്രെങ്ത് ഇമ്പാർട്ട് ചെയ്യും, എമർജൻസി റോഡ് വർക്കിലും പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ വർക്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഏറ്റവും ലാസ്റ്റ് ആണ് C2S. ഡൈകാൽഷ്യം സിലിക്കേറ്റ്. ഡൈകാൽഷ്യം സിലിക്കേറ്റ് ഇത് ഇയേഴ്സ് ഓഫ് ഫോർമേഷൻ ആണ്. പ്രോഗ്രസീവ് സ്ട്രെങ്ത് ഇമ്പാർട്ട് ചെയ്യുന്ന ആളാണ് ഈ C2S എന്ന് പറഞ്ഞ. സോ ഈ കോമ്പൗണ്ട് ഈ തന്നിരിക്കുന്ന പോയിന്റ് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇനി ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗുഡ് ക്വാളിറ്റി സിമെന്റ് ഷുഡ് ഹാവ് ഹയർ പെർസെന്റേജ് ഓഫ്. ഒരു ഗുഡ് ക്വാളിറ്റി സിമെന്റിനകത്ത് ഏറ്റവും കൂടുതൽ പെർസെന്റേജ് എന്തായിരിക്കും? എയർലി സ്ട്രെങ്ത് ആണ്. നമ്മൾ എപ്പോഴും ഉദ്ദേശിക്കുന്നത് ഒരു കൺസ്ട്രക്ഷൻ വർക്ക് പെട്ടെന്ന് തീർക്കാനാണ്. അപ്പൊ എയർലി സ്ട്രെങ്ത് ആണ് നമുക്ക് എന്ത് ചെയ്യണം? അറ്റൈൻ ചെയ്യേണ്ടത്. അപ്പൊ സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് അറ്റൈൻ ചെയ്യണമെങ്കിൽ ഏത് ക്വാണ്ടിറ്റി ആയിരിക്കണം? ഏതിന്റെ പെർസെന്റേജ് ആയിരിക്കണം കൂടുതൽ ആകേണ്ടത്? ഇതിന്റെ ആയിരിക്കും ആൻസർ ഓപ്ഷൻ സി C3S. എയർലി സ്ട്രെങ്ത് ഇമ്പാർട്ട് ചെയ്യുന്ന കോമ്പൗണ്ട് ഏതായിരുന്നു? ട്രൈ കാൽഷ്യം സിലിക്കേറ്റ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. The ultimate strength of cement should have higher percentage of. അപ്പൊ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഒരു സിമെന്റിൽ ഇമ്പാർട്ട് ചെയ്യുന്നത് ഏതിന്റെ പെർസെന്റേജ് കൂട്ടിക്കൊടുത്താലാണ്? അൾട്ടിമേറ്റ് സ്ട്രെങ്ത് അല്ലെങ്കിൽ പ്രോഗ്രസീവ് സ്ട്രെങ്ത് അത് കൂടണമെങ്കിൽ നമ്മൾ
ഏതിന്റെ C2S പെർസെന്റേജ്, ഡൈ കാൽഷ്യം സിലിക്കേറ്റിന്റെ പെർസെന്റേജ് കൂട്ടിക്കൊടുക്കുക. അതാണ് മാസ് കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻസിൽ അല്ലെങ്കിൽ ഡാമിന്റെ കൺസ്ട്രക്ഷനിലൊക്കെ ഈ C2S പെർസെന്റേജ് കൂട്ടിക്കൊടുക്കാറുണ്ട്. C2S പെർസെന്റേജ് കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകതയാണ് അത് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് അല്ലെങ്കിൽ പ്രോഗ്രസീവ് സ്ട്രെങ്ത് ആയിരിക്കും ഗെയിൻ ചെയ്യുന്നത്. സോ ആൻസർ എന്ന് വെച്ചാൽ ഓപ്ഷൻ ഡി C2S. The initial setting of cement is caused due to initial setting hardening ചെയ്യുന്നത് ഏത് കോമ്പൗണ്ടിന്റെ പ്രസൻസ് ആണ്? ആൻസർ ഓപ്ഷൻ സി C3A. C3A ആണ് ഇനിഷ്യൽ സെറ്റും ഹാർഡനും ആവുന്നത്. സോ ആൻസർ ഓപ്ഷൻ സി. The fineness of cement is tested by. സിമെന്റിനകത്ത് നമ്മൾ കുറെ ടെസ്റ്റ് പഠിക്കുന്നുണ്ട്. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടെസ്റ്റ് ആണ് ഫൈനസ് ടെസ്റ്റ്. അത് നമുക്ക് അതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫൈനസ് ടെസ്റ്റ് ഓഫ് സിമെന്റ്. സിമെന്റിനകത്ത് നമുക്ക് രണ്ട് രീതി ടെസ്റ്റ് ഉണ്ട്. ഫീൽഡ് ടെസ്റ്റ് ഉണ്ട്, ലാബ് ടെസ്റ്റ് ഉണ്ട്. അതിനകത്തെ ലബോറട്ടറി ടെസ്റ്റിനകത്ത് വരുന്നതാണ് ഈ ഫൈനസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് രണ്ട് രീതി നമുക്ക് ചെയ്യാം. എയർ പെർമിബിലിറ്റി ഉണ്ട്, സീവ് ടെസ്റ്റ് ഉണ്ട്. എയർ പെർമിബിലിറ്റി നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ബ്ലെയിൻസ് എയർ പെർമിബിലിറ്റി അപ്പാരറ്റസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എയർ പെർമിബിലിറ്റി ചെയ്യുന്നത്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് സ്പെസിഫിക് സർഫസ് സെന്റിമീറ്റർ സ്ക്വയർ പെർ ഗ്രാമിലായിരിക്കും വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഒരു കാര്യം കൂടി ഓർത്തിരിക്കണം, നമുക്ക് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിനകത്തെ സ്പെസിഫിക് സർഫസ് എന്നതിന്റെ വാല്യൂ ഇറ്റ്സ് നോട്ട് ഗ്രേറ്റർ ദാൻ 2250 സെന്റിമീറ്റർ സ്ക്വയർ പെർ ഗ്രാം ആണ്. പിന്നെ ഒരിക്കൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്പെസിഫിക് സർഫസിന്റെ യൂണിറ്റ് എന്താണ്? സ്പെസിഫിക് സർഫസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെന്റിമീറ്റർ സ്ക്വയർ പെർ ഗ്രാം എന്ന് പറഞ്ഞാൽ ഏരിയ പെർ മാസ് ആണ്. അതിലായിരിക്കും അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യം അതിനകത്ത് ഓർത്തിരിക്കണം. നെക്സ്റ്റ് വൺ ആണ് സീവ് ടെസ്റ്റ്. ഇത് നമ്മൾ ലാബിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സിമെന്റ് 100 ഗ്രാം വെയിറ്റ് ഉള്ള സിമെന്റ് എടുക്കുക, ഒരു 15 മിനിറ്റ് ആ ISCU നമ്പർ 9 90 മൈക്രോണിൽ ഇട്ട് നമ്മൾ എന്ത് ചെയ്യുക, ISCU നമ്പർ 9 അല്ലെങ്കിൽ 19 മൈക്രോൺ എന്നാണ് അതിനെ പറയുന്നത്. അതിലിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 15 മിനിറ്റ് നന്നായിട്ട് ഷേക്ക് ചെയ്യുക. ഷേക്ക് ചെയ്ത് കഴിയുമ്പം നമുക്കൊരു റെസിഡ്യൂ ലെഫ്റ്റ് ചെയ്യും. അതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ഗ്രേറ്റർ ദാൻ 10% ഫോർ OPC. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിന്റെ അതിൽ കിട്ടുന്ന ആ റെസിഡ്യൂ ലെഫ്റ്റ് ചെയ്യുന്ന വാല്യൂ നോട്ട് ഗ്രേറ്റർ ദാൻ 10% ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ സീവ് ടെസ്റ്റിനകത്ത് ഓർത്തിരിക്കണം. അതിനകത്ത് ഈ 19 മൈക്രോൺ ആണ് ISCU നമ്പർ 9 ആണ്. ISCU നമ്പർ 9 19 മൈക്രോണുമാണ്. സോ ദ ഫൈനസ് ഓഫ് സിമെന്റ് ഈസ് ടെസ്റ്റഡ് ബൈ. എങ്ങനെയാണ് ഫൈനസ് കണ്ടുപിടിക്കുന്നത്? രണ്ട് ടെസ്റ്റ് പറഞ്ഞു. ഇതിനകത്ത് ഓപ്ഷനകത്ത് എന്തേ ഉള്ളൂ, എയർ പെർമിബിലിറ്റി മാത്രമേ ഉള്ളൂ. സോ ആൻസർ ഓപ്ഷൻ എ, എയർ പെർമിബിലിറ്റി. ദ സൗണ്ട്നെസ് ഓഫ് സിമെന്റ് ഈസ് ടെസ്റ്റഡ് ബൈ. സൗണ്ട്നെസ് ഓഫ് സിമെന്റ് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സൗണ്ട്നെസ് ടെസ്റ്റ്. സിമെന്റിനകത്ത് സൗണ്ട്നെസ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് സിമെന്റിലുള്ള ഫ്രീ ലൈമിന്റെയും മഗ്നീഷ്യയുടെയും പ്രസൻസ് അറിയാൻ വേണ്ടിയാണ്. സോ അതിനു വേണ്ടി നമ്മൾ രണ്ട് അപ്പാരറ്റസ് യൂസ് ചെയ്യും. ഒന്ന് ഓട്ടോക്ലേവ് അപ്പാരറ്റസും ലേ ചാറ്റ്ലിയർ അപ്പാരറ്റസും. സൗണ്ട്നെസ് കണ്ടുപിടിക്കുന്ന രണ്ട് അപ്പാരറ്റസ് ആണ് ഓട്ടോക്ലേവും ലേ ചാറ്റ്ലിയറും. ഫസ്റ്റ് ഓട്ടോക്ലേവ് നോക്കാം. ഓട്ടോക്ലേവ് എന്ന് പറയുന്നത് ലൈം, ഫ്രീ ലൈമിന്റെ മഗ്നീഷ്യം കാരണം സിമെന്റ് സൗണ്ട് ആവുന്നുണ്ടോ അല്ലെങ്കിൽ അതിന്റെ പ്രസൻസ് ഈ ഒരു തന്നിരിക്കുന്ന ഗിവൺ സാമ്പിളിൽ എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കാനാണ് ഓട്ടോക്ലേവ് അപ്പാരറ്റസ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ സൗണ്ട്നെസ്സിൽ നിന്ന് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു പെർസെന്റേജ് എക്സ്പാൻഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ലേ ചാറ്റ്ലിയർ വെച്ച് ചെയ്താലും ഓട്ടോക്ലേവ് ചെയ്താലും പെർസെന്റേജ് എക്സ്പാൻഷൻ ആണ് അതിന്റെ റിസൾട്ട്. സോ പെർസെന്റേജ് എക്സ്പാൻഷൻ ഓട്ടോക്ലേവിലാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗ്രേറ്റർ ദാൻ 0.8% ഫോർ OPC. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിന് പെർസെന്റേജ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് നോട്ട് ഗ്രേറ്റർ ദാൻ 0.8% ആയിരിക്കണം. നെക്സ്റ്റ് വൺ ആണ് ലേ ചാറ്റ്ലിയർ. ലേ ചാറ്റ്ലിയർ അപ്പാരറ്റസ് നമ്മൾ ലാബിൽ കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് നിങ്ങൾ ഓർത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ ആ അപ്പാരറ്റസിന്റെ കുറച്ച് ഡയമെൻഷൻസ് ആണ്. ആ റോഡിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 165 mm ആണെന്ന് ഓർക്കുക. അതിന്റെ ബ്രാസ് മോൾഡ് ആണ്. ആ ഫിഗർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ബ്രാസ് മോൾഡ് ആണ്. ആ മോൾഡിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 30 mm ആണ്. ആ മോൾഡിന് ഒരു തിക്നെസ് ഉണ്ട് 0.5 mm ആണ്. അതേപോലെ അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 30 mm ആണ്. ഈ ഡയമെൻഷൻസ് ഇത്രയും ഓർത്തിരിക്കണം. ഒന്നുകൂടെ പറയാം, ആ അത്രയും
ആ ഒരു ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 165 mm ആണ്. ആ ഒരു ബ്രാസ് മോൾഡിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 30 mm ആണ്. അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 30 mm ആണ്. അതേപോലെ ബ്രാസ് മോൾഡിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 0.5 mm ആണ്. ഇത്രയും ഡയമെൻഷൻസ് ഓർത്തിരിക്കാം. ലേ ചാർലിയർ അപ്പാരറ്റസ് വെച്ചിട്ട് നമുക്ക് ഫ്രീ ലൈമിന്റെ മാത്രം പ്രസൻസ് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ. അത് ഓർത്തിരിക്കണം, കാരണം ക്വസ്റ്റിനകത്ത് ചോദിക്കാറുണ്ട്. ഇപ്പൊ മഗ്നീഷ്യയുടെ പ്രസൻസും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ലേ ചാർലിയർ അപ്പാരറ്റസ് വെച്ചിട്ട് ഫ്രീ ലൈമിന്റെ മാത്രം പ്രസൻസേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓട്ടോക്ലേവ് വെച്ചിട്ടാണ് നമുക്ക് ഫ്രീ ലൈമിന്റെയും മഗ്നീഷ്യയുടെയും പ്രസൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളത്. അത് ഓർത്തിരിക്കണം. ലേ ചാർലിയറിൽ നിന്ന് കിട്ടുന്നതും എന്താണ്? ഒരു എക്സ്പാൻഷൻ ആണ്. എക്സ്പാൻഷന്റെ വാല്യൂ എന്ന് പറയുന്നത് നോട്ട് ഗ്രേറ്റർ ദാൻ 10 mm ആയിരിക്കും. ഓക്കെ, നോട്ട് ഗ്രേറ്റർ. ഈ വാല്യൂസ്, ഈ എക്സ്പാൻഷന്റെ റേറ്റ് വാല്യൂസ് ഒക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ നോട്ട് ഗ്രേറ്റർ ദാൻ 10 mm ഫോർ OPC ആണ്. ഓട്ടോക്ലേവിനകത്ത് ഓർത്തിരിക്കേണ്ടത് എന്താണ്? അതിനകത്തൂടെ നമുക്ക് ഫ്രീ ലൈമിന്റെയും മഗ്നീഷ്യയുടെയും പ്രസൻസ് അറിയാൻ പറ്റും. പെർസെന്റേജ് എക്സ്പാൻഷൻ നോട്ട് ഗ്രേറ്റർ ദാൻ 0.8% ആണ്. ലേ ചാർലിയറിനകത്തുള്ള ആ ഡയമെൻഷൻ, ആ മോൾഡിന്റെ ഡയമെൻഷൻസ് എല്ലാം അറിഞ്ഞിരിക്കണം. അതേപോലെ ഈ ലേ ചാർലിയർ ഉപയോഗിച്ച് ഫ്രീ ലൈമിന്റെ മാത്രം പ്രസൻസേ കണ്ടുപിടിക്കാൻ പറ്റൂ. പിന്നെ അതിന്റെ എക്സ്പാൻഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ഗ്രേറ്റർ ദാൻ 10 mm ആയിരിക്കും. So the soundness of cement is tested by, സിമെന്റിന്റെ സൗണ്ട്നെസ് കണ്ടുപിടിക്കാൻ ഈ ഓപ്ഷനിൽ ഏത് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ ബി, ലേ ചാർലിയർ മെത്തേഡ്. അതേപോലെ ഓട്ടോക്ലേവ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓട്ടോക്ലേവ് എന്ത് കണ്ടുപിടിക്കാനാണ്? ലൈമും മഗ്നീഷ്യയുടെയും പ്രസൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. ലേ ചാർലിയർ ഉപയോഗിച്ച് നമുക്ക് ഫ്രീ ലൈമിന്റെ പ്രസൻസ് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതിന്റെ എക്സ്പാൻഷൻ റേറ്റ് ഓർത്തിരിക്കണം. വിക്കാറ്റ് അപ്പാരറ്റസ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ. ഫസ്റ്റ് ഓഫ് ഓൾ വിക്കാറ്റ് അപ്പാരറ്റസ് എന്തിനൊക്കെയാ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. സോ ഇതാണ് വിക്കാറ്റ് അപ്പാരറ്റസ്. നമ്മുടെ ലാബിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. കൺസിസ്റ്റൻസി, ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സെറ്റിംഗ് ടൈം ഓഫ് സിമെന്റ് ഒക്കെ കണ്ടുപിടിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഡയമെൻഷൻസ്, ആ മോൾഡിന്റെ ഡയമെൻഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. 40 mm ആണ് അതിന്റെ ഹൈറ്റ്. 60 തൊട്ട് 80 mm ആണ് അതിന്റെ ഡയമീറ്റർ വേരി ചെയ്യുന്ന മോൾഡിന്റെ. പിന്നെ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന സിമെന്റ് സാമ്പിളിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്, വെയിറ്റ് ഓഫ് സിമെന്റ് ഈസ് 300 gram ആണ്. അത് ഓർത്തിരിക്കുക. പിന്നെ കൺസിസ്റ്റൻസിക്ക് ആണെങ്കിൽ നമ്മൾ നീഡിൽ വ്യത്യാസപ്പെടും. ഇപ്പം കൺസിസ്റ്റൻസിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിവിടെ പ്ലഞ്ചർ ആണ് ഉപയോഗിക്കുന്നത്. സെറ്റിംഗ് ടൈം കണ്ടുപിടിക്കുക. ഇനിഷ്യലിലാണെങ്കിൽ സ്ക്വയർ നീഡിലാണ്. ഫൈനൽ സെറ്റിംഗ് ടൈം ആണെങ്കിൽ ആനുലാർ കോളാർ ആണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഓരോന്ന് കൺസിസ്റ്റൻസി, ഇനിഷ്യൽ, ഫൈനൽ, അത് ഓരോന്നും നോക്കാം. സോ വിക്കാറ്റ് അപ്പാരറ്റസ് വെച്ച് ആദ്യം നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് ആണ് സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി. ഇതിന്റെ വാല്യൂവിന്റെ ബേസിസിലായിരിക്കും ഇനിഷ്യൽ സെറ്റിംഗ് ടൈമും ഫൈനൽ സെറ്റിംഗ് ടൈമും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സോ ആദ്യം നമുക്ക് സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസിയിൽ ഉപയോഗിക്കുന്ന പ്ലഞ്ചർ ആണ്. പ്ലഞ്ചറിന്റെ ഡയമെൻഷൻ ഇമ്പോർട്ടന്റ് ആണ്. 10 mm ഡയയും 50 mm ഹൈറ്റുമാണ്. 10 mm ഡയമീറ്ററും 50 mm ഹൈറ്റുമാണ് പ്ലഞ്ചറിന്റെ സൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിനെ ആ മോൾഡിനകത്ത് ഫില്ല് ചെയ്യുന്ന സിമെന്റിന്റെ വെയിറ്റ് 300 gram ആണ് നമ്മൾ സാധാരണ എടുക്കുന്നത്. നമ്മൾ മോൾഡിന്റെ ഡയമെൻഷൻ പറഞ്ഞായിരുന്നു. എത്രയായിരുന്നു? 4 cm ഹൈറ്റും 6 തൊട്ട് 8 cm അതിന്റെ ഡയമീറ്റർ എന്നും പറഞ്ഞു. ഇനി അതിനകത്ത് എടുക്കുന്ന സിമെന്റിന്റെ വെയിറ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 300 gram ആണ് എടുക്കുന്നത്. ഇനി അതിനകത്ത് വാല്യൂ നമ്മൾ എടുക്കുന്ന കറസ്പോണ്ടിങ് വാട്ടർ കണ്ടന്റ് ഓഫ് പെനിട്രേഷൻ 5 to 7 mm ഫ്രം ദ ബോട്ടം. ബോട്ടത്തിൽ നിന്ന് 5 തൊട്ട് 7 വരെ mm അല്ലെങ്കിൽ ടോപ്പിൽ നിന്നും 33 to 35 mm ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എത്ര വാട്ടർ കണ്ടന്റ് ആണ് സിമെന്റിനകത്ത് മിക്സ് ചെയ്തിരിക്കുന്നത്, ആ വാട്ടർ ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ആയിട്ട് എടുക്കുന്നത്. നോർമൽ കൺസിസ്റ്റൻസി ഓഫ് OPC എന്ന് പറയുന്നത് 25% ആണ്. PSCയുടെ ആൻസർ കീ വാല്യൂ ആണ് ഞാൻ പറഞ്ഞത്. ഇത് പല ടെക്സ്റ്റ് ബുക്കിലും വേരി ചെയ്യും. ഇപ്പൊ 25 to 30 എന്ന് പറയാറുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് പറയാറുണ്ട്. KPSCയുടെ ആൻസർ കീ 25% അടുത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇത് ഓർത്തിരിക്കുക. സോ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസിക്കായിട്ട് ഓർത്തിരിക്കേണ്ടത് പ്ലഞ്ചർ ഉണ്ട്. പ്ലഞ്ചറിന്റെ 10 mm ഡയമീറ്ററും 50 mm ഹൈറ്റുമാണ്. അതേപോലെ വെയിറ്റ്, നമ്മൾ എടുക്കുന്ന സിമെന്റിന്റെ വെയിറ്റ് 300 gram ആണ്. നമ്മൾ പെനിട്രേഷൻ കറസ്പോണ്ടിങ് ടു 5 to 7 mm ഫ്രം ദ ബോട്ടമോ അല്ലെങ്കിൽ 33 to 35 mm ഫ്രം ദ ടോപ്പോ ആണ് ആ പെനിട്രേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ കൺസിസ്റ്റൻസി ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ നോർമൽ കൺസിസ്റ്റൻസി ഓഫ് OPC എന്ന് പറയുന്നത് 25% ആണ്. നെക്സ്റ്റ് വൺ, ഇനിഷ്യൽ സെറ്റിംഗ് ടൈം. ഇനിഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ടൈം വെൻ സിമെന്റ് സ്റ്റാർട്ട് ടു ലൂസ് ഇറ്റ്സ് പ്ലാസ്റ്റിസിറ്റി. അതിന്റെ പ്ലാസ്റ്റിസിറ്റി എപ്പോഴാണോ ലൂസ് ചെയ്യാൻ തുടങ്ങുന്നത് ആ സമയമാണ് ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്.
അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്വയർ നീഡിലാണ് 1 mm ആണ്. സ്ക്വയർ നീഡിലാണ് ഒരു സൈഡ് എന്ന് പറയുന്നത് 1 mm ആയിരിക്കും. ഡയമെൻഷൻ ഓർത്തിരിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസിയിൽ ഒരു വാല്യൂ കണ്ടുപിടിക്കും. അതാണ് പി എന്ന് പറയുന്നത്. ആ വാല്യൂയെ ഇൻറ്റു 0.85 ചെയ്ത് കിട്ടുന്ന ആ എത്ര വാട്ടർ കണ്ടന്റ് ആണോ അതാണ് നമ്മൾ ഇനിഷ്യൽ സെറ്റിംഗ് ടൈമിനകത്ത് ഉപയോഗിക്കുന്നത്. ഓർത്തിരിക്കുക, ഇനിഷ്യൽ സെറ്റിംഗ് ടൈമിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന എത്ര വാട്ടർ കണ്ടന്റ് ആണ്? സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി കിട്ടിയ വാട്ടറിന്റെ ഇൻറ്റു 0.85 ചെയ്യും. 0.85 പി ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ഏതാണോ അതാണ് നമ്മൾ ഇതില് ഇനിഷ്യൽ സെറ്റിംഗ് ടൈമിൽ ഉപയോഗിക്കുന്ന വാട്ടർ കണ്ടന്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ പെനിട്രേഷൻ നമ്മൾ കറസ്പോണ്ട് ചെയ്യുന്നത് 5 to 7 mm ഫ്രം ദ ബോട്ടം അല്ലെങ്കിൽ 33 to 35 mm ഫ്രം ദ ടോപ്പ് ആയിട്ടാണ് പെനിട്രേഷൻ വാല്യൂ. ആ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. സോ ഇത് ഓർത്തിരിക്കുക. സോ നെക്സ്റ്റ് ടെസ്റ്റ് ആണ് ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത ആ ടൈം വെൻ സിമെന്റ് കംപ്ലീറ്റ്ലി ലൂസ് ഇറ്റ് പ്ലാസ്റ്റിസിറ്റി. സിമെന്റ് കംപ്ലീറ്റ് ആയിട്ട് പ്ലാസ്റ്റിസിറ്റി ലൂസ് ചെയ്യാൻ എടുക്കുന്ന ടൈം ആണ് ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആനുലാർ കോളാർ. ആനുലാർ കോളാർ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു നീഡിലുണ്ട്, ആനുലാർ കോളാർ ഉണ്ട്. ഈ ആനുലാർ കോളാറിന്റെ ഇംപ്രഷൻസ് ആ സിമെന്റ് ആ പേസ്റ്റിന്റെ മുകളിൽ എന്ത് ചെയ്യാൻ? ലെഫ്റ്റ് ചെയ്യാൻ പാടില്ല. നീഡിലിൽ ഇംപ്രഷൻസ് എന്ത് ചെയ്യണം? ലെഫ്റ്റ് ചെയ്യണം. ആ ഒരു ടൈമാണ് ഫൈനൽ സെറ്റിംഗ് ടൈം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഇത് ഓർത്തിരിക്കുക, ഫൈനൽ സെറ്റിംഗ് ടൈം. സോ നമ്മുടെ വിക്കാറ്റ് അപ്പാരറ്റസ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഇനിഷ്യൽ സെറ്റിംഗ് ടൈമുകളിലും ഫൈനൽ സെറ്റിംഗ് ടൈം, നോർമൽ കൺസിസ്റ്റൻസി. സോ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഡി, ഓൾ ദ എബവ്. സോ ഇത്രയാണ് ഇന്നത്തെ സിമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ബാക്കി സിമെന്റിന്റെ ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.